ഈ കേരളമെമ്പാടും ഈ പറഞ്ഞ പോലെ ഒരു ഒഴുക്കായി 13 മന്ത്രിമാര് തോറ്റുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞത്. 12 മന്ത്രിമാർ തോക്കുമെന്ന് നേരത്തെ മുൻകൂട്ടി പ്രവചിച്ച ഇപ്പൊ നമ്മുടെ ഇവിടെ വളരെ പ്രശസ്തമായിട്ടുള്ള അറ്റുവാശ്ശേരി ജ്യോത്സ്യൻ, പിന്നെ പാഴൂർ പടിപ്പുര, ഇതുപോലെയൊക്കെയുള്ള ജ്യോത്സ്യം പോലെ പ്രവചിച്ച ഒറ്റയാളേ ഉള്ളൂ CVD സതീശൻ. എങ്ങനെയാണ് അദ്ദേഹം പ്രവചിച്ചതെന്നുള്ള സംശയം ഇപ്പോൾ ആൾക്ക് വരുന്നുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, ഇപ്പൊ വരുന്ന കണക്കനുസരിച്ചിട്ട് ഈ മന്ത്രിമാരെ പ്രത്യേകിച്ചും തെരഞ്ഞുപിടിച്ച് തോപ്പിക്കണമെന്നൊരു ധാരണ വന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ BJPയുടെ പ്ലാനിങ് ഉണ്ടായിരുന്നു. ഇപ്പൊ BJP സ്റ്റേറ്റ് അടിസ്ഥാനത്തിൽ എടുത്ത സമീപനത്തെ പറ്റിയുള്ള കണക്കുകൾ കൃത്യമായി വന്നുകൊണ്ടിരിക്കുക. കേരളത്തിലെ ഇടതുപക്ഷത്തിനെ ദുർബലപ്പെടുത്തുക എന്നുള്ളതാണ് BJPയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇടതുപക്ഷമാണ് അവർക്കൊരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള തലവേദന. കോൺഗ്രസ് ശക്തിപ്പെട്ടാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഒരു വശത്തു കൂടി ഞങ്ങളും BJPയും തമ്മിലുള്ള ഒരു ഡീലെന്ന് പറഞ്ഞിട്ട് അത് വലിയ പ്രചരണം നടത്താൻ അവർക്ക് ആ എടുക്കണ്ടായി. ഞാനത് പിന്നെ നേരത്തെ പറഞ്ഞു, കനകോലുവിന്റെ ടീം അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ. അവർക്ക് അതിൻ്റെ സോഷ്യൽ മീഡിയ സെറ്റപ്പും ഉണ്ടായിരുന്നു, എല്ലാവരെയും സ്വാധീനിക്കാൻ പറ്റി. അങ്ങനെ വലിയ ക്യാമ്പയിൻ, ഓരോ ക്യാമ്പയിൻ. ഇപ്പം കൊട്ടാരക്കര ആശുപത്രിയിൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായാൽ കേരളത്തിന് മൊത്തം പ്രശ്നമാക്കുന്നത് എങ്ങനെയെന്നുള്ളത് അവരിപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങളുടെ റിസർച്ച് ആയിരുന്നു എന്ന് അവർ പറഞ്ഞു. അതായത് ഒരു സ്ത്രീയുടെ വയറ്റിൽ എന്നാണ് കത്രിക വന്നതെന്നുള്ള ഒരു പ്രശ്നം അവിടെ കിടക്കട്ടെ, അത് മൊത്തം ആളുകൾക്കും തോന്നുക എൻ്റെ വയറ്റിൽ കത്രിക ഉണ്ടോ എന്ന് തോന്നുന്ന തരത്തിലേക്ക്, ഒരു ഭയപ്പെടുത്തുന്ന തരത്തിലേക്കുള്ളൊരു ക്യാമ്പയിൻ. ഇത്തരം ക്യാമ്പയിനുകൾ ഓരോന്ന് വന്ന് നമുക്കെതിരെ വന്നു. ഈ ക്യാമ്പയിൻ്റെ കൂടെയാണ് പിന്നെ ഇടതുപക്ഷം BJPക്ക് അടുത്തേക്ക് പോകുന്നു. BJP ആയിട്ടൊരു പാക്റ്റാണ്. അപ്പൊ PM ശ്രീ തുടങ്ങിയ കാര്യം വാസ്തവത്തിൽ PM ശ്രീ ഞങ്ങൾ നടപ്പിലാക്കേണ്ട തീരുമാനിച്ചതാണ്. കോൺഗ്രസ് 3 സ്റ്റേറ്റിൽ ഭരണമുണ്ട്, അവിടെ എല്ലാം നടപ്പിലാക്കിയിട്ടുള്ളതാണ്. ഇതൊക്കെ പറഞ്ഞ് തെറ്റായി പ്രചരിപ്പിച്ചു. പക്ഷെ അതേസമയം മറുവശത്ത് കൂടി BJPക്ക് ഇടതുപക്ഷം ദുർബലമാവുന്നതാണ്, കോൺഗ്രസിനെ കൈകാര്യം ചെയ്യാൻ എളുപ്പമാണ്. അവരത് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ സീറ്റും നോക്കിക്കോളൂ. കൊട്ടാരക്കര തന്നെ ഞങ്ങൾ ഇവിടുത്തെ സീറ്റിനകത്ത് വാർഡുകൾ എടുത്ത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 1ാം സ്ഥാനം BJP ജയിച്ച വാർഡുകളിൽ അവർ 2ാം സ്ഥാനം എങ്കിലും ആവണ്ടേ അസംബ്ലിയിൽ, 3ാം സ്ഥാനത്ത് പോയി. കോൺഗ്രസ് 1ാം സ്ഥാനത്ത് വരുന്നു. പത്തനാപുരം മണ്ഡലത്തില് 7000 വോട്ട് നേരെ BJPയുടെ പോയതിന് കണക്കുണ്ട്. ചടയമംഗലത്തുണ്ട്, ഇരവിപുരത്തുണ്ട്, കൊല്ലം ജില്ലയിൽ. ഇങ്ങനെ 13-12 സ്ഥലത്തും തോക്കാൻ ഏർപ്പാട് ചെയ്ത ഒരാൾക്കല്ലാതെ 12 സീറ്റിൽ തോക്കുമെന്ന് പറയാനുള്ള ഒരു ടെക്നോളജി ഇപ്പൊ ഇല്ല. അത് CVD സതീശൻ പറഞ്ഞെന്താണെന്നൊക്കെ ആളുകൾക്ക് മനസ്സിലാവും. കൂടുതൽ കാര്യങ്ങൾ അടുത്ത ദിവസങ്ങളിൽ മനസ്സിലാവും. അപ്പൊ അതിപ്പോ ആളുകൾ പറയുന്നുണ്ട് 13 മന്ത്രിമാർ പരാജയപ്പെട്ടു, വലിയ തോതിലുള്ള തിരിച്ചടി ഉണ്ടായി. തിരിച്ചടി ഞങ്ങൾക്ക് ഉണ്ടായി എന്നുള്ളത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പറയുകയാണ്. പക്ഷെ അത് എല്ലാം ജനങ്ങളുടെ മനസ്സിനകത്തെ വികാരം മാത്രമല്ല. ചിലത് ഇങ്ങനത്തെ വോട്ടുകളുണ്ട്, BJPയുടെ വോട്ടുണ്ട്, പിന്നെ അതിതീവ്രമായ നിലപാടെടുക്കുന്ന മുസ്ലിം സംഘടനകളുടെ വോട്ടുണ്ട്. എല്ലാ തരത്തിലും ഏത് വർഗീയതയായാലും, ഹിന്ദു വർഗീയതയായാലും, ഇസ്ലാം വർഗീയതയായാലും, അല്പാൽപമായി കടന്നു വരുന്ന ക്രിസ്ത്യൻ വർഗീയത, അങ്ങനെ കാര്യമായിട്ടല്ല വരുന്ന ഏത് വർഗീയതയായാലും ജനങ്ങളെ വിഘടിപ്പിക്കാനാണ് അത്തരം വർഗീയത ഉയർത്തുന്ന ശക്തികൾ ഇടതുപക്ഷത്തിനെതിരായിട്ട് നിന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ പോരായ്മകളുണ്ട്, ഞങ്ങളുടെ പ്രവർത്തനത്തിൻ്റെതായ കറക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി ഇത്തരം കാര്യങ്ങളുണ്ട്. ഓരോ ബൂത്ത് അടിസ്ഥാനത്തിലും നോക്കിയാൽ കാണാവുന്ന മനസ്സിലാക്കാവുന്ന കണക്കുകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വലിയൊരു കുത്തൊഴുക്കിനകത്ത് ഇത്രയും പ്രശ്നം ഉണ്ടായത്. ഞങ്ങൾ കറക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റ് ചെയ്ത് ജനങ്ങളിത് മനസ്സിലാക്കും. എന്ത് പറഞ്ഞാലും ഇവരിത് പറയുമ്പോൾ ജനങ്ങളുടെ ഇടയിലാണല്ലോ ചെല്ലുന്നത്. അപ്പൊ ജനങ്ങളുടെ മനസ്സിലേക്ക് വസ്തുതകൾ എത്തിക്കാനുള്ള ആത്മാർത്ഥമായ പ്രവർത്തനം ഞങ്ങൾ നടത്തും. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിനകത്തുണ്ടായ പരാജയം, ആ പരാജയത്തിന് ആക്കം കൂട്ടിയത് ഇത്തരം പല കാര്യങ്ങൾ കൂടിയാണ്.